യൂത്ത് ഗൈഡിലേക്ക് എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയത്തിൻ്റെ വക്കോളം സ്നേഹമുണ്ടാവുക, വാക്കുകൾക്ക് ശുദ്ധിയും മാധുര്യവും ഉണ്ടാവുക, ഉപദേശത്തെക്കാൾ പ്രവൃത്തിക്ക് സാക്ഷ്യം നൽകുക, കരുതലും കരുണയും കാവലുമായിരിക്കുക. ഇന്നത്തെ നമ്മുടെ വിഷയം റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് പ്രശസ്ത വാഗ്മിയും കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്താണ് ഈ റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരവാദിത്വമുള്ള രക്ഷാകർതൃത്വം. അപ്പം അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ, ദമ്പതികൾ തങ്ങളോട് തന്നെയും ദൈവത്തോടും രാഷ്ട്രത്തോടും സമുദായത്തോടും സമൂഹത്തോടുമുള്ള അവരുടെ കടമ കണക്കിലെടുത്തുകൊണ്ട് ദാമ്പത്യധർമ്മം നിർവഹിക്കുന്നതിനെയാണ് റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് എന്ന് പറയുക. അതായത് ദമ്പതികൾക്ക് ചില കടമകളും കടപ്പാടുകളും ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് ദൈവത്തോട് നമുക്ക് കടമയുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ട് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് സൃഷ്ടികർമ്മമാണ്. ദൈവത്തെ കൊണ്ട് മാത്രം സാധ്യമായിരുന്ന സൃഷ്ടികർമ്മം ദൈവം മനുഷ്യനും വിട്ടുകൊടുക്കുക. അപ്പം ആ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോട് സഹകരിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം, ദൈവത്തിൻ്റെ മക്കളെ ജനിപ്പിച്ച് വളർത്താനുള്ള ഉത്തരവാദിത്വം, അതാണ് ഒന്നാമതായിട്ട് ദമ്പതികൾ ഏറ്റെടുക്കുന്നത് വിവാഹത്തോടുകൂടി. രണ്ടാമത് നമുക്ക് ഈ രാഷ്ട്രത്തോട് കടമയുണ്ട്. രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ജനസംഖ്യാ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണെങ്കിൽ സഭ കയ്യും കെട്ടി മാറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിൽ മണൽത്തരികൾ പോലെയും വർദ്ധിച്ച് പെരുകട്ടെ എന്ന് പറഞ്ഞ് ഒഴിയാനാവില്ല. പക്ഷേ മക്കൾ വേണം, അത് എത്ര വേണം, എങ്ങനെ വേണം, എപ്പോഴൊക്കെ വേണം, അതിന് സഭ നമുക്ക് വ്യക്തമായ പഠനങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വങ്ങളെ നമ്മൾ കണക്കിലെടുത്ത് രാഷ്ട്രത്തോടുള്ള കടമ, നല്ല പൗരന്മാരെ സൃഷ്ടിക്കുക, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. സഭയോടുള്ള കടമ, സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ല അൽമായരില്ല, നല്ല വൈദികരില്ല, നല്ല നേതൃത്വത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ്റെ എണ്ണം കുറയുകയാണ്. അത് കുടുംബങ്ങളിലെ ഒരു പാളിച്ചയാണ്. അപ്പോൾ ആ മാതാപിതാക്കൾ കുട്ടികളെ അതിനു വേണ്ടി ഒരുക്കി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായ ചൈതന്യം കൊടുത്ത് മക്കളെ വളർത്തുന്ന ഒരു ഉത്തരവാദിത്വം, അത് സഭയോടുള്ള ഉത്തരവാദിത്വം. സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നല്ല രാഷ്ട്രീയ നേതാക്കൾ വേണം, നല്ല അധ്യാപകർ വേണം, എല്ലാ തലങ്ങളിലുമുള്ള നല്ല വ്യക്തിത്വങ്ങൾ നമുക്ക് വേണം. ഇതെല്ലാം ജനിക്കുന്നത് കുടുംബങ്ങളിലാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചു 2-3 പിള്ളേരുണ്ടായി ജീവിക്കുക എന്നുള്ളതല്ല. അതിനും അപ്പുറം അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഈ ഉത്തരവാദിത്വങ്ങൾ ഇന്ന് നിർവഹിക്കപ്പെടുന്നില്ല. അതാണ് ഈ പാരന്റ്ഹുഡിൽ വന്നിരിക്കുന്ന ഒരു കുഴപ്പം. കാരണം ഒന്ന്, നമുക്കൊരു ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു നല്ല ഫാമിലി സിസ്റ്റം, വല്യപ്പൻ, വല്യമ്മ, ചിറ്റപ്പന്മാര്, ആൻറ്റിമാര്, 5-8 മക്കള്. അപ്പോൾ അവിടെ ഒരു ജനന നിയന്ത്രണമൊന്നും ഇല്ലായിരുന്നു. മക്കളെ നന്നായി വളർത്തിയിരുന്നു. ആ ഒരു പാരമ്പര്യം പോയി. നമ്മൾ ചെറിയ ചെറിയ കുടുംബങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പം ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ പിള്ളേർ, ആദ്യകാലത്ത് 3 പിള്ളേരെന്നൊരു ഇടപാട്, പിന്നെ പോയിട്ട് നമ്മൾ 2, നമുക്ക് 2, പിന്നെ പോയി നാം 1, നമുക്കൊന്ന്. ഇപ്പം ഒന്നല്ല, ഇപ്പം കുട്ടി വേണ്ട, പട്ടി മതി എന്നാണ് ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നു. അപ്പം പിള്ളേരുടെ എണ്ണം കുറച്ചത് കൊണ്ട് പിള്ളേരെ നന്നായി വളർത്താൻ പറ്റുമെന്ന് മാതാപിതാക്കൾ വ്യാമോഹിച്ചു. പക്ഷെ അതൊരു വെറും വ്യാമോഹമാണെന്ന് ഇപ്പം മാതാപിതാക്കൾക്ക് മനസ്സിലായി. കാരണം എണ്ണം കുറച്ചത് കൊണ്ട് സമാധാനം ഉണ്ടായെന്ന് മാത്രമല്ല, അവരുടെ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ടു. അതൊരു വലിയ കുഴപ്പമാണ്. കാരണം പാരന്റ്ഹുഡിൽ പിള്ളേരെ നന്നായി വളർത്തുക എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ നന്മ നിറഞ്ഞ പിള്ളേർ, നല്ല സ്വഭാവ ഗുണമുള്ള പിള്ളേർ, ക്വാളിറ്റിയുള്ള പിള്ളേർ ഇപ്പം അങ്ങനെ അല്ല നോക്കുന്നത്. അതെ, പണ്ട് മാതാപിതാക്കൾക്ക് ഇത്രയും ആകുലതയില്ലായിരുന്നു. ഇന്ന് ഇത്രയും ഉത്കണ്ഠയുടെ കാരണം എന്താ? മാതാപിതാക്കൾ എന്തുമാത്രം മക്കളെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഉത്കണ്ഠപ്പെടുന്നതെന്ന് വെച്ചാൽ മക്കളെ വളർത്തി വലുതാക്കുക, ആ ഒരു സംസ്കാരം വന്നതുകൊണ്ടാണ് ഉത്കണ്ഠപ്പെടുന്നത്. പിന്നെ ഇന്നത്തെ ഈ മാധ്യമങ്ങളുടെ സ്വാധീനം കുട്ടികളെ ഒത്തിരി, അപ്പോൾ കുട്ടികളെ നല്ലവരായിട്ട് വളർത്തുക എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് ഒരു ഭാരമേറിയ ചുമടായിട്ട് മാറിയിരിക്കുക.
പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പിള്ളേരുടെ എണ്ണം കുറച്ചുകൊണ്ട് മാതാപിതാക്കളെ പുറകെ ഒരു ക്യാമറയായിട്ട് നടക്കുക. രാവിലെ എഴുന്നേൽക്കുന്നപ്പോഴോ അല്ലെ വയറ്റിൽ നിന്ന് പോയോ, അവര് കഴിച്ചോ, അവര് ചിരിച്ചോ, അവര് കളിച്ചോ, ഇതെല്ലാം പണ്ട് ഈ കൂട്ടുകുടുംബ അവസ്ഥയായിരുന്നപ്പോ ഇഷ്ടംപോലെ കുട്ടികള് എല്ലാവരും ആർക്കും ഒളിച്ചും പാത്തും ഒന്നും അല്ല, നമുക്കൊരു എന്താ പറയാ, ഒരു ക്രിക്കറ്റ് ടീമിനുള്ള പിള്ളേരുണ്ടായിരുന്നു ഒരു വീട്ടില്. പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങി കൈകൊട്ടിയാൽ അടുത്ത ക്രിക്കറ്റ് ടീം ഇഞ്ഞ് വരും. അപ്പൊ അവിടെ പിള്ളേർ തല്ലി കളിച്ചൊക്കെ വളർന്നപ്പോഴ് നമുക്ക് അത്രയും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും ഉൾവലിയാനുള്ള ഒരു പ്രവണത, അകത്തേക്ക് വലിയുക. അപ്പൊ അതിന്റെ ഒരു കാരണം തന്നെ ഈ പാരന്റ്സ് വളർത്തുന്ന രീതിയിൽ വന്ന അപാകതകളാണ്. ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്ന കുടുംബങ്ങളിലും മിക്കവാറും മൂത്ത കുട്ടികൾ ആയിരിക്കും ഇളയതുങ്ങളെ വളർത്തുന്നത്. ആ ഒരു സൗകര്യം മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ശ്രദ്ധ ഇങ്ങനെ പുറകെ നടക്കേണ്ട കാര്യമേ ഇല്ല. കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം അവർ ആ കുടുംബത്തിന്റെ ഒരു പാർട്ടാണ്. അവർക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെ പിള്ളേർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ചിരുന്നു, കുറച്ച് ജോലികളെങ്കിലും. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ അമ്മയപ്പനും എല്ലാം അങ്ങ് ചെയ്യും, മക്കൾക്ക് ചെയ്യാനൊന്നും ഇല്ല. പഠിപ്പിച്ച് വലിയവരാക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാട്, അതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പിന്നെ പേരന്റ്ഹുഡില് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെ, ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഇപ്പൊ പണ്ടത്തെ പോലെ അവർ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ഇവർക്ക് ടൈം അധികം സ്പെൻഡ് ചെയ്യാനില്ല. എല്ലാ മനുഷ്യരും, നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമാണ് ടൈം. നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല, മക്കൾക്ക് കൊടുക്കാൻ, അല്ലെ ഭാര്യയ്ക്ക് കൊടുക്കാൻ, അല്ലെ ഭർത്താവിന് കൊടുക്കാൻ പറ്റുന്ന, അത് ഇന്ന് പേരൻസിന് കൊടുക്കാനില്ല. പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങും, പിള്ളേർ ഉറങ്ങുമ്പോൾ വീട്ടിൽ വരും, അപ്പനെ ചിലപ്പോൾ കാണുന്നില്ല. പിന്നെ അമ്മ, ചിലപ്പോൾ അപ്പൻ ജോലിക്കായിട്ട് പുറത്തായിരിക്കും, അമ്മ തന്നെയായിരിക്കും ആണിൻ്റെ ജോലിയും പെണ്ണിൻ്റെ ജോലിയും ഏറ്റെടുക്കേണ്ടി വരിക. എല്ലാ കാര്യങ്ങളിലും അമ്മ തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ അമ്മയുടെ സ്ട്രെസ്സ്, ദേഷ്യം, ഇത് പിള്ളേരുടെ പുറത്താണ് പലപ്പോഴും തീർക്കുന്നത്. അത് പിള്ളേർക്ക് ഒരു വലിയ സ്ട്രെസ് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. പക്ഷെ ഈ കൗൺസിലിങ്ങിന് എത്തുന്നതിൽ പേരൻസ് എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ പിള്ളേരെ കൈകാര്യം ചെയ്യാൻ വലിയ പാടാണ്. പക്ഷെ പിള്ളേർ പറയുന്നത് ഇപ്പോഴത്തെ മാതാപിതാക്കളെ കൈകാര്യം ചെയ്യാൻ അതിലും വലിയ പാടാണ്. ഇത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. ഇപ്പൊ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പാടെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കാരണം അവരുടെ ആ ചെറുപ്പം മുതലുള്ള വളർച്ചയിൽ മാതാപിതാക്കള് ശ്രദ്ധിക്കാതെ വന്നിട്ട് ലാസ്റ്റ് കതിരെ കൊണ്ട് വളം വെക്കുന്ന ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേ തിരിച്ചൊരുക്കും വളർച്ചയുടെ എല്ലാ കാലഘട്ടങ്ങളും, ഇപ്പൊ ജനനം മുതല് യൗവനം വരെ ശരിക്കും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആ ഓരോ കാലഘട്ടത്തിലും എങ്ങനെ ആയിരിക്കണം ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെയാ പോവുക. ശൈശവം 4 വയസ്സ് വരെയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ 4 വയസ്സ് വരെയുള്ള കാലത്തെയാണ് ഈ ശൈശവം എന്ന് പറയുക. ഒരു കുട്ടിയുടെ ബ്രെയിനിന്റെ 95% പ്രത്യേകതകൾ, അതായത് കുട്ടി ഭാവിയിൽ ആരായി തീരുമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് 4 വയസ്സിന് മുമ്പാണ്. 4 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അത് പല സ്റ്റേജുകളാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് അമ്മയുടെ വികാരങ്ങളും വിചാരങ്ങളും പങ്കുവെക്കാൻ പറ്റും. അമ്മ എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനറിയാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, പുറത്ത് നടക്കുന്ന കുട്ടിക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബൈബിളില് വർഷങ്ങൾ മുമ്പേ നമുക്കറിയാം. മാതാവ് ഗർഭിണിയായി മംഗലവാർത്തയ്ക്ക് ശേഷം എലീശ പുണ്യവതിയെ കാണാൻ ചെല്ലുമ്പോൾ എലീശ പുണ്യവതിയുടെ ഉദരത്തിൽ കിടന്ന ശിശു മാതാവിനെ കണ്ട മാത്രയിൽ കുതിച്ച് ചാടി എന്ന് പറയുന്നത്. അതിപ്പോൾ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പുറത്ത് നടക്കുന്നതെല്ലാം കൊച്ചിന് കാണാം. അപ്പൊ ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആ കുട്ടിയുടെ സ്വഭാവത്തെ അവിടെ തൊട്ട് മോൾഡ് ചെയ്യുകയാണ്. പിന്നെ പ്രസവത്തോടെ ലോകത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 സ്റ്റേജ്, ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് അമ്മയുടെ പാല് കൊച്ചു കുടിക്കുന്ന ഒരു സമയം. മുലപ്പാൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഒരു കുട്ടിയുടെ വളർത്തലിൽ മുലപ്പാൽ എന്ന് പറയുന്ന ഒരു ആഹാരമല്ല. ലാക്ടോജൻ കൊടുത്താലും കൊച്ചു വളരും, പശുപാൽ കൊടുത്താലും കൊച്ചു വളരും, കഞ്ഞിവെള്ളം കൊടുത്താലും വളരും, കട്ടൻ കാപ്പി കൊടുത്താലും വളരും. പക്ഷെ കൊച്ചിന്റെ വളർച്ചയിൽ മുലപ്പാലിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ കിടക്കുന്നില്ലേ, ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിനും മുലപ്പാലിനും ഒരേ ടേസ്റ്റാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നത്, സയൻസ് തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് കൊച്ച് വീണ്ടും അനുഭവിക്കുക. പിന്നെ മുലപ്പാൽ കുടിക്കുമ്പോൾ ഒരു മനുഷ്യനിലെ ലൈംഗികതയാണ് വളരുക, അവൻ്റെ ശരീരമല്ല വളരുന്നത്. മുലപ്പാൽ കുടിക്കുമ്പോൾ അവൻ്റെ ഈ മുഖത്തെ മസിലുകൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന അനുഭൂതിയും ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിലൂടെ അനുഭവിക്കുന്ന സന്തോഷവും ഈക്വൽ ആണെന്ന് മനഃശാസ്ത്രം പറയും. അതെ. അപ്പൊ ആ സന്തോഷത്തോടെ പാല് കുടിക്കാൻ അവസരം കിട്ടുന്ന കുട്ടികളിലെ പക്വതയുള്ള ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റേജാണത്. ഒരു 9 months എങ്കിലും കൃത്യമായി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. പക്ഷെ പണ്ട് നമ്മുടെ വീടുകളിൽ സ്ത്രീകൾ പ്രസവിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ കൊച്ചിന് അമ്മയുടെ സാമീപ്യവും ചൂടും ഒക്കെ കിട്ടി, മണവും ഒക്കെ കിട്ടി.
പക്ഷെ ഇപ്പൊ പെറ്റ് ഓടുക, പ്രസവിച്ച് ഓടുക. അമ്മ ഒരിടത്ത് അപ്പൻ ഒരിടത്ത്, വല്ലപ്പോഴും രണ്ടും കൂടെ ഒരുമിച്ച് കൂടും. ഗർഭിണിയാകും, പ്രസവിക്കും. പ്രസവിച്ചു കഴിഞ്ഞ് പിന്നെ കുട്ടിയെ വളർത്താൻ അടുത്ത ആളെ സംഘടിപ്പിക്കുക, എന്നിട്ട് ഇവർ ഓടുക. അപ്പൊ ഈ കുട്ടിക്ക് അമ്മയുടെ അപ്പൻ്റെയും മണമില്ല, അവരുടെ തലോടലില്ല, അവരുടെ സ്വരമില്ല, സാമീപ്യമില്ല. അത് നഷ്ടമാവുകയാണ്. അവിടെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകള് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോണു, 1 മാസം അല്ല 2 മാസം. ഈ കുട്ടിക്ക് നഷ്ടമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രായമായി കഴിയുമ്പോൾ അവനതൊരു പ്രോബ്ലം ആകും. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കമന്ന് വീണ് വട്ടം ഇറങ്ങി പൊങ്ങുന്ന ഒരു സ്റ്റേജ്, ഒരു എയ്നൽ സ്റ്റേജ്. ആ സ്റ്റേജിൽ കുട്ടിക്ക് മലമൂത്ര വിസർജനം നടത്തുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ആ കുട്ടിയുടെ ഇമോഷൻസിനെ മോൾഡ് ചെയ്യുന്നത്. പണ്ട് നമ്മുടെ വീട്ടിൽ വല്യമ്മ എന്ന് പറഞ്ഞൊരു സൂത്രം ഉണ്ടായിരുന്നു. ഈ വല്യമ്മ ഇളന്തെണ്ണയിൽ കാല് നീട്ടിയിരുന്ന് കുഞ്ഞിനെ കാലേ വെച്ച് 1, 2 ഒക്കെ സാധിപ്പിച്ചിരുന്നു. അത് കുട്ടികളുടെ വളർത്തലിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന ഒരു കാല. പക്ഷെ ഇപ്പം വല്യമ്മയില്ല, കൊണ്ടേ തന്നെ കാല് നീട്ടാനും പറ്റത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ ഈ കുട്ടിക്ക് നഷ്ടമായ കുറച്ച് കാര്യങ്ങൾ, പുതിയ ജനറേഷന് നഷ്ടമായത് ഈ ഗ്രാൻഡ് പാരൻസിന്റെ ഇത്തരം കെയറുകൾ. അപ്പൊ അത് കഴിഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റേജ് 1 വയസ്സിനും 3 വയസ്സിനും ഇടയിൽ അവന്റെ ഐഡന്റിറ്റി. ഞാൻ എന്തുകൊണ്ട് ആണായിരിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് പെണ്ണായിരിക്കുന്നു, അത് അമ്മ അപ്പനെ നോക്കിയാ പഠിക്കുന്നത്. അപ്പനിലെ പുരുഷത്വം, അപ്പൻ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, അമ്മയിലെ സ്ത്രീത്വം, അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട്, അപ്പനില്ലാത്ത എന്തൊക്കെയുണ്ട്, ഇത് കുട്ടികൾ ഭയങ്കര ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നൊരു സമയമാണ്. ഈ സമയത്ത് അപ്പനൊരു റോൾ മോഡൽ ആവണം, അമ്മ ഒരു റോൾ മോഡൽ ആവണം. അപ്പൊ ആ സമയത്ത് ആണും പെണ്ണും കെട്ട് വളർത്തുക ഇല്ല. ഈ പിള്ളേർക്ക് പേരിടാൻ പോലും ഇപ്പൊ ഈ ഒരു യങ് ജനറേഷൻ, ഇപ്പൊ ന്യൂ ജനറേഷനിലെ യങ് മദേഴ്സ് കുട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ ഇതുവരെ ഇട്ടിട്ടില്ല. സ്കൂളിലാക്കുമ്പോൾ ഇട്ടാൽ മതിയല്ലോ. അത് വലിയൊരു കുഴപ്പമാണ്. കുട്ടിക്ക് അവന്റെ ഐഡന്റിറ്റി കിട്ടുന്ന പേരൊരു പ്രധാനപ്പെട്ട ഘടകം. പേര് ചൊല്ലി വിളിക്കുക, അപ്പൊ അവൻ ഐഡന്റിറ്റി ആവും. പിന്നെ ആണാണെങ്കിൽ ആണായിട്ട് വളർത്തുക, പെണ്ണാണെങ്കിൽ പെണ്ണായിട്ട് വളർത്തുക. ഇപ്പൊ ആൺപിള്ളേര് പെൺപിള്ളേര് നമുക്കറിയാലോ, കമ്മലിടുന്നു, ആൺപിള്ളേര് കമ്മലിടുന്നു, മൂക്കുത്തുന്നു, എല്ലാം ചെയ്യുകയാണ്. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിത്വ വൈകല്യമാണ്. അതിനൊരു വലിയ നല്ല വ്യക്തിത്വമായിട്ട് കാണണ്ട, അതൊരു ഡിസോർഡറാണ്. പിന്നെ ആ ഒരു 4 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ മാതാപിതാക്കൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവർ ധരിക്കുന്ന വസ്ത്രം, അവരെ വളർത്തുന്ന രീതി, തീർച്ചയായിട്ടും എങ്ങനെ വളരണം. 4 വയസ്സ് കൊണ്ട് ഏതാണ്ട് 90%, 95% ആ കുട്ടി ഒരു നല്ല കുട്ടിയാകാനുള്ള ഒരു സ്റ്റേജിലെത്തും. പിന്നെ നമ്മൾ ബാല്യത്തിലേക്കാണ് വരുന്നത്. ബാല്യം എന്ന് പറയുന്നത് 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ളൂ. പണ്ട് അങ്ങനെ അല്ല. 5 വയസ്സിനും 13 വയസ്സിനും ഇടയിലുള്ള സമയത്തെയാണ് ബാല്യം എന്ന് വിളിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അത് മാറ്റി. ഇപ്പം ലേറ്റസ്റ്റ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 11 to 21 എന്ന് പറയുന്ന ഒരു അഡോളസെന്റ് സ്റ്റേജാണ്. 5 മുതൽ 10 വരെ എന്ന് പറയുന്നതാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഈ ചൈൽഡ്ഹുഡിൽ തന്നെ ഇന്ന് ഒത്തിരി വൈകല്യങ്ങൾ കാണുന്നുണ്ട്. പ്രേമവും പിന്നെ സെക്ഷൽ അബ്യൂസും സെക്ഷൽ പെർവേർഷൻസും ഒക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ മുതൽ കാണുന്നുണ്ട്. കല്യാണം ഉറപ്പീരും മോതിരൊടിയിലും എല്ലാം നടക്കുന്നുണ്ട്. അപ്പം അവരുടെ ഇമോഷണലി ഉള്ള വ്യത്യാസങ്ങൾ, അതിനൊത്തിരി കാരണങ്ങളുണ്ട് കേട്ടോ. അവരുടെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ അതിൻ്റെ ഒരു കാരണങ്ങളാണ്. അപ്പം ഈ ബാല്യത്തിൽ ആ കുട്ടിക്ക് കൂടുതൽ എന്താ പറയുക, അവർ കണ്ടുപഠിക്കുന്ന ടീച്ചേഴ്സിനെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ വിശ്വസിക്കുന്നതും അവരെല്ലാം പറയുന്നതും വീട്ടിലെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ചെന്ന് പറയുന്നതും ടീച്ചേഴ്സിനോടായിരിക്കും. മാതാപിതാക്കളുടെ അടുത്തായിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ടീച്ചേഴ്സിന് ഈ സമയത്ത് ഒരു നല്ല പങ്കുണ്ട് കേട്ടോ. നല്ല ഒരു ടീച്ചറാണെങ്കിൽ കുട്ടിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിലെ വിഷമങ്ങൾ അപ്പം അമ്മയും കൂടി ഇന്നലെ വഴക്കായിരുന്നു, എനിക്ക് പ്രയാസമായിരുന്നു, അപ്പോൾ ടീച്ചർ ഒന്ന് തലോടി, സാരമില്ല ടീച്ചറല്ലേ ഉള്ളത്, സാരമില്ല വിഷമമൊക്കെ എന്നോട് പറ. അപ്പം ഈ കുട്ടിക്ക് ഒരു ആശ്വാസമാണ്. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധത്തിലാണ്. കുട്ടിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, ടീച്ചറിന് കുട്ടികളെ ഇത്ര ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ടീച്ചർ പോയിരിക്കുന്നുണ്ടോ അവിടെ എന്ന് പറയും. അല്ലെങ്കിൽ കൊച്ചു ക്ലാസ്സിൽ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ ടീച്ചർ നീ എന്താ എന്നെ സ്വപ്നം കാണുക. അധ്യാപകർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഒരു കുട്ടി എന്തുകൊണ്ട് ഗ്ലൂമി ആയിട്ടിരിക്കുന്നു, അല്ലെ എന്തുകൊണ്ട് അവൻ അത്രയും ഇറിറ്റേഷൻ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നു, അല്ലെ അത് അധ്യാപകർക്കും. അല്ല, ബാല്യത്തില് പിന്നെ ഇപ്പോൾ ഉള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ പേരൻസ് TV ഓൺ ചെയ്ത് വെച്ചു കൊടുത്ത് കാർട്ടൂണോ അല്ലെ എന്തെങ്കിലും ഒരു ചാനൽ ഇട്ട് കൊടുത്തിട്ട് കുട്ടിയെ അവിടെ ഇരുത്തുകയാണ്. ഈ മലക്കിടപ്പ് കിടക്കുമ്പോൾ നമ്മൾ കിടത്തുക കേട്ടോ. എന്നിട്ട് അമ്മയപ്പനും വളരെ അഭിമാനത്തോടെ പറയുന്ന കൊച്ചിന് TV ഓൺ ചെയ്താൽ മതി, കൊച്ചവിടെ കിടന്നോളൂ എന്നാണ് പറയുന്നത്. പക്ഷെ കൊച്ചിനിത് മനസ്സിലാകുന്നില്ലെന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ അത്തരം കുട്ടികൾ ഇൻട്രോവേർട്ട് ആവുക. അവരെ മണ്ണിൽ കളിക്കാനും മഴയത്ത് നനയാനും പുല്ല് പറിക്കാനും മണ്ണപ്പം ഉണ്ടാക്കാനും ഒക്കെ ഇറക്കി വിടട്ടെ. അവരെ പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ വ്യക്തിത്വം വളരും. അപ്പോൾ ബാല്യം മുതൽ നമുക്കറിയാം ഒരു കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, ഫ്രണ്ട്സ് ഉണ്ടോ, ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടോ, ടീച്ചേഴ്സിനോട് റെസ്പെക്റ്റ് ഉണ്ടോ, അല്ലെ പേരൻസിനെ ബഹുമാനിക്കുന്നുണ്ടോ, ദൈവത്തെ അറിയുന്നുണ്ടോ,
ഈ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ ദൈവത്തെ അവരെ കാണിച്ചു കൊടുക്കുന്നത്, പ്രാർത്ഥനകളും എല്ലാം പഠിപ്പിക്കുന്നത്. ഇത് അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നില്ല പലപ്പോഴും. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. 4 വയസ്സുള്ള കുട്ടികൾ പോലും ഇന്ന് കൊന്തയൊക്കെ മുഴുവൻ ചൊല്ലുന്ന കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ചൊല്ലാൻ പറ്റും, അവരെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് പോലെയാ. അത് കഴിഞ്ഞ് ബാല്യത്തിലുള്ള ഒന്നെന്ന് പറഞ്ഞാൽ മിക്കവാറും പിള്ളേർക്ക് പഠിത്തത്തിൽ ഇച്ചിരി ശ്രദ്ധ കാണും. കാരണം ടീച്ചേഴ്സ് ഇച്ചിരി ശ്രദ്ധിക്കും, പേരൻസ് ഇച്ചിരി ശ്രദ്ധിക്കും. ആ സമയത്ത് പേരൻസിന് ശ്രദ്ധിക്കാൻ പറ്റും, അധികം പഠിക്കേണ്ട സമയമല്ല. ഇവര് നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സാവും. അപ്പോൾ ഭയങ്കര അഭിമാനം. ഞങ്ങൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു LKGയുടെ PTA മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അപ്പനും അമ്മയും വല്യമ്മയും ആൻറ്റിയും എല്ലാവരും കൂടെ വരും. അതേസമയം +2ന്റെ ഒരു PTA വയ്ക്കുക, പേരിന് അപ്പനോ അമ്മയോ വന്നാലായി, ഇല്ലെങ്കിൽ ഇനി വിളിച്ചു വരുത്തണം. അതാണ് അവസ്ഥ. അപ്പം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഈ LKGയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചേർക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തിയും ആ കൊച്ചിനോട് കാണിക്കുന്ന കരുതലും സ്നേഹവും ഒക്കെ +2 ആകുമ്പോഴും കൊടുക്കണം. അത് പറ്റത്തില്ല. +2ലെ കുട്ടിക്ക് അപ്പനും അമ്മയും കൂടെ വരുന്ന വലിയ താല്പര്യം കിട്ടത്തില്ല. കുട്ടിയുടെ കൂടെ പ്രശ്നമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഭാഗം അതല്ല. നമുക്ക് എപ്പോഴും കുട്ടികളുമായിട്ട് പാരൻസിനൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഒരു സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താ ഉണ്ടായി ഇന്ന് സ്കൂളിൽ, എന്താ സംഭവിച്ചത്, ഇങ്ങനെ ചോദിക്കാൻ പറ്റണം. സ്വാതന്ത്ര്യം കിട്ടും. ഞാൻ പറയുന്നത് ആ കരുതല് അങ്ങ് വരെ കൊടുക്കുവാണെങ്കിൽ ആ കുട്ടികളും അതേ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഇടപെടുമല്ലേ. അതുണ്ടാവും. പക്ഷെ ആർക്ക് സമയമില്ല. അതുകൊണ്ടാണ് അപ്പന് ചോദിക്കാൻ സമയമില്ല, മകൻ്റെ അടുത്ത് ഇരിക്കാൻ സമയമില്ല. പിന്നെ അതുകൊണ്ടാണ് പിള്ളേർ പലപ്പോഴും ആരെങ്കിലുമൊക്കെ ആശ്രയിക്കും, അവർ വേറെ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. പിന്നെ ബാല്യം ഒരു 10 വയസ്സിലങ്ങ് വിടും. പിന്നെ കൗമാരം അല്ല, അഡോളസെന്റ് സ്റ്റേജിലേക്ക് വരികയാണ്. ഈ സ്റ്റേജിലാകുമ്പോഴത്തേക്ക് പാരൻസ് കുട്ടികളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം 8ാം ക്ലാസ് ഒക്കെ അന്നേരം പറയാൻ തുടങ്ങുന്നത് എന്നാന്നറിയോ, പഴയതുപോലെയല്ല, നീ ഹൈസ്കൂളാണ്, ഓർത്തോണം കേട്ടോ. പിന്നെ 9ാം ക്ലാസ് ആകുമ്പോൾ അടുത്ത വർഷം നീ 10ലാണ്, പബ്ലിക് എക്സാം എഴുതേണ്ടവനാണ്. 10ലാവുമ്പോൾ തുടങ്ങുമ്പോൾ തൊട്ട് പറയും, ഈ വർഷം 10 ഓർത്തോണം, കണ്ടോണം. 11, 12 ആകുമ്പോഴേ പിന്നെ എൻട്രൻസ് ആയി, കോച്ചിങ് ആയി, കുട്ടികൾക്ക് യാതൊരു സമാധാനവും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കുട്ടികൾക്ക് ആവശ്യമില്ലാതെ ഓവർ സ്ട്രെസ് കൊടുക്കുന്നുണ്ട് മാതാപിതാക്കള്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ധാരാളം കത്തുകൾ വരുന്നുണ്ട്. അതിൽ ഒരു കത്ത് ഞാൻ വായിക്കാം. ഇത് കോട്ടയത്ത് നിന്ന് ഒരു ടീന എഴുതിയ കത്താണ്. യൂത്ത് ഗൈഡ് പ്രോഗ്രാം കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞങ്ങൾക്ക് 7ഉം 10ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. മൂത്തത് ആൺകുട്ടിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിനിടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് അവരോട് സ്നേഹമുണ്ട് എന്നർത്ഥമില്ല എന്ന് പറഞ്ഞു കേട്ടു. ഞങ്ങൾക്ക് മക്കളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഇല്ലാത്ത പണമുണ്ടാക്കി മക്കൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്? നല്ല ചോദ്യമാണ്. അതിനകത്ത് തന്നെ അതിൻ്റെ ഒരു ഉത്തരവുണ്ട്. മക്കളോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ട് ഇല്ലാത്ത കാശുണ്ടാക്കി മക്കൾക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നത് സ്നേഹപ്രകടനമല്ല. അത് പിള്ളേരോട് പറയേണ്ട കാര്യം, അപ്പയ്ക്ക് ഇത്രയൊക്കെയാണ് ശമ്പളം, ആ ശമ്പളത്തിൽ ഒതുങ്ങി എന്നുള്ള ജീവിതമാണ് വേണ്ടത്. അപ്പൊ സ്നേഹപ്രകടനത്തിന് വേണ്ടി സാധനങ്ങൾ കൊടുത്താലും മക്കൾക്ക് സ്നേഹം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറെ കഴിയുമ്പോൾ ഇത് കിട്ടാതെ വരുമ്പോൾ പിള്ളേര് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സമ്മാനങ്ങൾ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവർക്കൊരു നല്ല മാർക്ക് വാങ്ങി വരുമ്പോൾ, അല്ലെ ആനുവൽ ഡേക്ക് അവർ കുറച്ച് സമ്മാനങ്ങളുമായിട്ട് വീട്ടിൽ വരുമ്പോൾ, അല്ലെ അവരുടെ ബർത്ത്ഡേ വരുമ്പോൾ, അവർക്ക് അതുപോലെയുള്ള ദിവസങ്ങളിൽ അവർ പ്രധാനപ്പെട്ട ആളാണ് എന്ന്, നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് തോന്നിക്കാനായിട്ട് സമ്മാനങ്ങൾ കൊടുക്കണം. പക്ഷെ ആ സമ്മാനങ്ങൾ വളരെ വിലപ്പെടുമ്പോൾ നമ്മൾ കടം വാങ്ങിയും ലോൺ എടുത്തും ഒന്നും വാങ്ങി കൊടുക്കണ്ട. അപ്പേക്ക് ഇപ്പൊ ഇത്രേ പറ്റത്തുള്ളൂ. അതൊരു ചോക്ലേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു കൊച്ചു സമ്മാനം. ആവശ്യമില്ലാത്ത സമ്മാനങ്ങൾ കൊടുക്കുന്നതിനാണ് ഞാൻ എതിര് പറഞ്ഞത്. ഈ ഐപോഡ് അല്ലെങ്കിൽ മൊബൈല്, അതുപോലെയൊക്കെയുള്ള വില കൂടിയ സമ്മാനങ്ങൾ, ഇലക്ട്രോണിക്സ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ എനിക്ക് വരാറുണ്ട്. പിന്നെ എനിക്ക് വന്നൊരു അപ്പനും അമ്മയും കൂടെ സെപ്പറേറ്റഡ് ആയിരുന്നു. അവര് ഒരു കുട്ടി കോടതി വിധിച്ചു 1 മാസം ഒരാളുടെ കൂടെ, അടുത്ത മാസം അടുത്തവിടെ. 1 മാസം ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവന് ഫോൺ കൊടുത്തെങ്കിൽ അടുത്ത മാസം ക്യാമറ കൊടുക്കും. ഇപ്പുറത്ത് വരുമ്പോൾ അവന് ലാപ്ടോപ്പ് കൊടുക്കും. അത് അപ്പനും അമ്മയും കൂടെ ഉള്ള വാശിയാണ്. പിന്നെ അവസാനമായപ്പോ കുട്ടിക്ക് കൊടുക്കാൻ ഇനി ഇവർക്ക് അങ്ങനെ വിലപിടിപ്പുള്ളതൊന്നും കൊടുക്കാനില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ വേറെ പരിപാടികളിലേക്ക് പോയി. അവനിന്ന് നല്ല മയക്കുമരുന്നിന് അടിമയാണ്. അവനൊരു കാരിയറാണ്, അവൻ കച്ചവടം നടത്തുകയാണ്, കാശുണ്ടാക്കണം അവനെ. പിള്ളേരെ നശിപ്പിക്കുക നമ്മൾ അങ്ങനെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് അവർക്ക് വേണ്ടി എല്ലാ ദിവസവും നല്ല എന്തെങ്കിലും ഒരു ഏത്തക്കാപ്പോ നല്ല സാധനമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാം, അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാം, ഷെയർ ചെയ്യാം. പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇവരുടെ കൂടെ കളിക്കാറില്ല. ഇതിപ്പോ 7ഉം 10ഉം വയസ്സല്ലേ ഉള്ളൂ. ഈ അപ്പനും അമ്മയ്ക്കും കുറച്ച് സാറ്റ് കളിക്കാം, ആന കളിക്കാം, കുറച്ച് കഥകൾ പഠിക്കട്ടെ പിള്ളേര്. എത്രയോ കഥകൾ, നമുക്ക് എത്രയോ നല്ല പുസ്തകങ്ങൾ, ഇന്നതൊന്നൊന്നുമില്ല, ധാരാളം കഥകൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട പ്രായമാണ് 7ഉം 10ഉം വയസ്സ്. ബുക്സ് സമ്മാനമായി കൊടുക്കട്ടെ. അപ്പൊ അതൊരു നഷ്ടമാവുന്നില്ല. ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ അവരെ
പരിശീലിപ്പിക്കട്ടെ. നല്ലൊരു കൊച്ചു ലൈബ്രറി, കൊച്ചു പുസ്തകങ്ങൾ വെച്ച്, എന്നിട്ട് അവർ വായിക്കുന്ന പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, അതിന്റെ ഒരു സമ്മറി എഴുതി സൂക്ഷിക്കുക. അപ്പൊ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക് എൻ്റെ അപ്പ കൊച്ചിലെ മുതലേ തന്ന സമ്മാനങ്ങൾ അവിടെ ഉണ്ടാവും. മാഡം, നമ്മൾ പേരന്റിങ്ങിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ബാല്യത്തില് മാതാപിതാക്കൾ എന്തുമാത്രം ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ? ബാല്യത്തില് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുക്കേണ്ട സമയം ബാല്യമാണ്. മാതാപിതാക്കളെ അവർക്ക് എന്തിനും വിശ്വസിക്കാമെന്നും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാമെന്നും ഒരു തോന്നൽ പിള്ളേർക്ക് ഉണ്ടാവണം. മാതാപിതാക്കൾ ചെയ്യേണ്ടത് മക്കളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കാതിരിക്കുക, അവരുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരോട് വിളിച്ചു പോവാതിരിക്കുക. അവരുടെ മുന്നിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീട്ടുകാരുടെ ഒരു വലിയ പരിപാടിയാണ്, പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ഇവന് ശരിയല്ല കേട്ടോ, ഇവള് നല്ല മിടിക്കുക കേട്ടോ, ഇവള് പാട്ട് പാടും, മോളൊരു പാട്ട് പാടിക്ക്, മോളൊരു ഡാൻസ് ചെയ്ത്, മോളൊരു കഥ പറഞ്ഞ്. പെൺകുട്ടികളല്ലേ, അവരിതെല്ലാം കാണിക്കും. ഈ ചെറുക്കനൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇവൻ ഇങ്ങനെ മിഴിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇവനുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ ഒരിക്കലും കുട്ടികളെ അങ്ങനെ പരസ്യമായിട്ട് ഒരാളെ താഴ്ത്തി കെട്ടുകയും ഒരാളെ നല്ലതായിട്ട് പറയുകയും ചെയ്യരുത്. കുറെ കഴിയുമ്പോൾ ഈ പിള്ളേർക്ക് ഒരു സിബ്ലിങ്സ് എൻവി, അതായത് ഒരു ദേഷ്യം അരിശം മറ്റാളോട് ഉണ്ടാകാൻ കാരണം ഉണ്ടാകും. പാരന്റ്സ് ചെയ്യേണ്ട ഒരു കാര്യം, ചെറുപ്പം മുതലേ പിള്ളേർക്ക് നല്ല പരിശീലനം എല്ലാത്തിലും കൊടുക്കുക. ഒന്ന്, പേരൻസ് തമ്മിലുള്ള അകൽച്ച, വെറുപ്പ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പിള്ളേർ അറിയാതിരിക്കും. മക്കളുടെ മുമ്പിൽ വഴക്ക് പിടിക്കണമെങ്കിൽ വഴക്ക് പിടിച്ചോട്ടെ, പക്ഷേ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്ക് പിടിക്കാതിരിക്കുക. കാരണം പലപ്പോഴും കുട്ടികൾക്ക് അറിയില്ല ആരാണ് ശരി, അമ്മയാണോ അപ്പയാണോ ശരിയെന്നറിയില്ല. പിള്ളേർ കൺഫ്യൂസ്ഡ് ആവും. ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ അവർ ഡിപ്പെൻഡ് ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ അവർ രണ്ടുപേരെയും തള്ളിയെന്നിരിക്കും, അവർ മൂന്നാമതൊരാളെ കണ്ടുപിടിച്ചെന്നിരിക്കും. അതൊരു കുഴപ്പത്തിലേക്ക് പിള്ളേരെ കൊണ്ടെത്തിക്കാം. അതുകൊണ്ട് അവരെ കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരുടെ മുന്നിൽ വെച്ച് വഴക്കുണ്ടാക്കാതിരിക്കുക. പിന്നെ അവർക്കൊരു ടൈം മാനേജ്മെന്റ് ബാല്യം മുതലിട്ട് കൊടുക്കുക. എല്ലാ ദിവസവും കഴിയുന്നത്ര ഒരേ സമയത്ത് അവരെ എഴുന്നേൽപ്പിക്കുക. അത് അവധിയായാലും ഹർത്താലായാലും സൺഡേ ആയാലും. ഇപ്പൊ ഈ വർക്കിംഗ് മദേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്നാ എടുക്കുന്നറിയാം, ഈ പിള്ളേരുമായിട്ട് പഠിത്തവും ഇല്ലാത്ത ദിവസങ്ങളിൽ 10 മണി വരെ ഉറങ്ങാന്നങ്ങ് വിചാരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, അത് ബ്രെഡോ വല്ലതും മതി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം പിള്ളേരുടെ നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ തലച്ചോറ്. അതിനെ നമുക്ക് തന്നെ പ്രോഗ്രാം ചെയ്ത് വെക്കാം. അപ്പൊ കുഞ്ഞുങ്ങളിൽ അത് പ്രോഗ്രാം ചെയ്ത് വെക്കണം പാരന്റ്സ്. കഴിയുന്നത് അവരെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽപ്പിക്കാൻ, എല്ലാ ദിവസവും അവർക്ക് കുറച്ച് സമയം പഠിക്കാൻ, കുറച്ച് സമയം കളിക്കാൻ, അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലൊന്ന് നേരത്തെ എഴുന്നേറ്റ് ഒന്ന് പള്ളിയിൽ പോകുന്ന അവധി ദിവസങ്ങളിൽ ശീലിപ്പിക്കണം. തീർച്ചയായും പള്ളിയിൽ പോകാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടോ ഇപ്പൊ? ഇല്ല. പണ്ടത്തെ നമ്മുടെ വീടുകളില് എനിക്ക് തോന്നിയിരുന്നത് നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിച്ചിരുന്ന മുതിർന്ന തലമുറയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വല്യപ്പനോ വല്യമ്മയോ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളെ ബാലൻസ് ചെയ്തിരുന്ന അവരാണ്. ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് എപ്പോഴും അനുഗ്രഹമായിരുന്നു കൊച്ചു തലമുറയ്ക്ക്. ഇപ്പൊ അതും ഇല്ലല്ലോ. ഇപ്പൊ മുതിർന്ന തലമുറയും പ്രാർത്ഥിക്കുന്നില്ല, അവരുടെയും കയ്യിൽ റിമോട്ട് വെച്ച് അവർ സീരിയലൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാവുന്നില്ല. രാവിലെ പ്രാർത്ഥിക്കുക, അല്ലെ എഴുന്നേപ്പിച്ചോ അവർക്ക് അത്യാവശ്യം വേണ്ട ദൈവത്തെക്കുറിച്ച് ഒന്ന് ബൈബിൾ വായിക്കാൻ എന്തെങ്കിലും ചെറുതായിട്ടൊന്നും ഒരു ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ പ്രഭാഷകൻ 3 നമുക്കറിയാലോ, മക്കളോടുള്ള മാതാപിതാക്കളോടുള്ള കടമകളാണ്. അത് മക്കളെ പരിശീലിപ്പിക്കേണ്ടതാണ്. മാതാപിതാക്കള് വളരെ വിലപ്പെട്ടതാണെന്നും മാതാപിതാക്കളെ ദൈവം നമുക്കായിട്ട് തന്നതാണെന്നും മാതാപിതാക്കളെ നമുക്ക് ചൂസ് ചെയ്യാനാവില്ലെന്നും മക്കളെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. ഒരു കത്തുകൂടി വായിച്ചാലോ? വായിച്ചോളൂ. ഇതിൽ ഞാൻ പേര് വെളിപ്പെടുത്തരുത് എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല, സ്ഥലവും വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ മകൻ ഇപ്പോൾ 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിലെല്ലാം നന്നായി പഠിക്കുകയും ഫസ്റ്റ് വാങ്ങുകയും ചെയ്തിരുന്നു. 9ാം ക്ലാസ് കഴിഞ്ഞതോടെ അവൻ പഴയ കുട്ടിയല്ലാതായി. സന്തോഷമില്ല, ദേഷ്യം കൂടുതൽ കാണിക്കുന്നു, പഠനത്തിൽ താല്പര്യമില്ല. 10ാം ക്ലാസ്സിൽ കഷ്ടപ്പെട്ടാണ് ജയിച്ചത്. മുറിയിൽ കഥകടച്ച് ഇരിപ്പാണ് എപ്പോഴും. എന്തെങ്കിലും പറഞ്ഞാൽ ചത്തുകളയുമെന്ന് ഭീഷണിപ്പെടുത്തും. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അവന് 9ാം ക്ലാസ്സിലാണ് മാറ്റങ്ങൾ വന്നതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ കുഴപ്പമില്ലായിരുന്നു. ചെറിയ ക്ലാസ്സിലെല്ലാം ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ച്. അപ്പൊ ഈ ചെറിയ ക്ലാസ്സിലെല്ലാം അമ്മയോ അപ്പനോ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവര് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നു. പിന്നെ നമ്മുടെ ഒരു കുഴപ്പമില്ല, ഈ 9ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പിള്ളേരോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ ചെറുതല്ല, നീ വലിയ ഇറുക്കനായി, നീ വലിയ ഇറുക്കനായി, നീ അത് ചെയ്യണം ഇത് ചെയ്യണം. ഇനി അവൻ വലിയ ചെറുക്കനായെന്നും പറഞ്ഞ് അവൻ എന്നതിലും ചെയ്താൽ ഉടനെ നമ്മൾ പറയുന്നത് എന്നാന്നറിയാം, നീ അത്ര വലുതൊന്നും ആയില്ല, ഞാൻ പറയുന്ന കേട്ടാ മതി. ചിലപ്പോൾ ഇവനോട് അങ്ങനെ പറയുന്നുണ്ടാവും, നമുക്കറിയില്ല. വലുതാണോ അതുമല്ല, ചെറുതാണോ അതും അല്ലാത്ത പ്രായമാണ് ഈ 9ാം ഒരു സംശയം, ഞാൻ ഏതാണ് വലുതാണ്. അവന് വലുതാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും.
ആ സമയത്ത് അവൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് പേരൻസിന് അരിശം വരും. കാരണം അവനിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അവൻ പാട്ട് കേൾക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ അവന് കൂട്ടുകൂടി ചിലപ്പോൾ അവൻ ക്രിക്കറ്റ് കളിക്കണം, അല്ലെ പേരൻസ് ചിലപ്പോൾ വിടത്തിലായിരിക്കും. നമുക്കത് കൂടുതൽ കുട്ടിയെ കുറിച്ച് അധികം എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ല. പക്ഷെ എന്നാലും ഈ 9ാം ക്ലാസ് കഴിയുമ്പോഴേ എല്ലാ കുട്ടികളിലും വരുന്ന മാറ്റമാണ് ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അല്ലാതെ അവരുടെ കുട്ടിക്ക് മാത്രമല്ല, ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ എല്ലാ കുട്ടികളിലും ഒരു മാറ്റം വരും. പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതും നമ്മളെപ്പോഴും വഴക്ക് പറയാതിരിക്കുക അവരെ. സാരമില്ല, നിന്നെ കൊണ്ട് പറ്റും, യു ക്യാൻ ഡു ഇറ്റ്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ധൈര്യം കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി വരും. അതുപോലെ തന്നെ ഇൻട്രോവേർട്ടായി അകത്തേക്ക് ഇരിക്കുമ്പോൾ അവൻ എന്തിനകത്തിരിക്കുന്നു എന്നുള്ളത് അമ്മമാർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അവൻ്റെ കയ്യിൽ ആവശ്യമില്ലാത്ത ഫോണുണ്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടോ. കാരണം ഇത്തരം പിള്ളേർ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ ആവശ്യമില്ലാത്ത കാണുക, അല്ലെങ്കിൽ മൊബൈലിൽ ആവശ്യമില്ലാത്തത് കാണുക, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇപ്പോൾ അറിയാലോ, ഫേസ്ബുക്കും ഇതുമൊക്കെ 1000, 500, 2000 ഒക്കെ ഫ്രണ്ട്സാണ്, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം അവന്. അപ്പം അവനെ ഒന്ന് മനസ്സിലാക്കുക ആദ്യം, അവൻ്റെ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്. അവനെ സ്നേഹിച്ച് അവനെയും കൊണ്ട് നടക്കാൻ അമ്മയോ അപ്പനൊന്ന് വിളിക്കണം അവനെ, വാടാ നമുക്ക് നടക്കാൻ പോവാം, അല്ലെ വാ നമുക്ക് കട വരെ ഒന്ന് പോവാം, നീ എൻ്റെ അടുത്ത് വാ. അപ്പോൾ ആ കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് അപ്പന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. മോനെ, വളർച്ചയുടെ പ്രശ്നം അപ്പൻ്റെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നീ അങ്ങനെ ആകാൻ പാടില്ല, നീ മിടുക്കനാകണമെങ്കിൽ നീ ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം, ഇത് ഏജിൻ്റെ ചേഞ്ച് വരുന്ന പ്രശ്നങ്ങളാണ്, അത് അപ്പന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ ഒരു മകൻ്റെ മനസ്സിൽ അമ്മയും അപ്പനെ ഒന്ന് കയറിപ്പറ്റണം. ഇതിപ്പോൾ അവൻ എനിക്ക് തോന്നുന്ന ഒരു ശത്രുവായിട്ടാണ് പേരൻസിനെ കാണുന്നത്. കഴിയുന്നത് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ സ്ഥിരമായിട്ട് അവൻ വഴക്ക് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുമായിരിക്കും. ചില മാതാപിതാക്കൾ അങ്ങനെയാണ്, നല്ലതൊന്നും പറയല്ല, എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കും. അപ്പോൾ മാതാപിതാക്കൾ ചെയ്യേണ്ട എപ്പോഴും അങ്ങനെ വഴക്ക് പറഞ്ഞ് പുറകെ നടക്കാതെ അവന് എന്തുകൊണ്ടിരിക്കുന്നു അത് സ്നേഹമായിട്ട് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച്, 9ാം ക്ലാസ് കഴിഞ്ഞാലും അവന് ഒരു ഉമ്മയൊന്നും കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരുമയല്ല, മാതാപിതാക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒന്ന് തഴുകുകയോ ഒന്ന് മടിക്കെടുത്തുകയോ ഒന്ന് മുടിയൊന്ന് കോതുകയോ ആ ഒരു പാറ്റിങ് കിട്ടുകയാണെങ്കിൽ ആ കുട്ടി ഒരിക്കലും അകത്തോട്ട് പോകത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ജോലികൾ ഏൽപ്പിക്കുക. അവൻ ഇങ്ങനെ ഐസൊലേറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനുള്ള വഴി കൊടുക്കാതെ അവന്റെ ടൈം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട്. തീർച്ചയായിട്ടും. അല്ല, അമ്മയ്ക്ക് അടുക്കള കയറ്റാലോ, അവനെ ചപ്പാത്തി പരത്തി തരാൻ പറയാം, അല്ല തുണി അയൺ ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ തുണി വെയിലത്തിട്ടിരിക്കുന്ന എടുത്തോണ്ട് വരാൻ പറയാം. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മക്കളെ ഇൻവോൾവ് ആക്കാനുണ്ട്. അപ്പൊ അകത്തോട്ട് അവൻ വലിയുന്നു എന്നുള്ള കംപ്ലൈന്റ് അവൻ അവൻ്റെതായ എന്തെങ്കിലും വേറെ പേഴ്സണൽ പ്രോബ്ലം ഉണ്ടോ നമുക്കറിയില്ല, വല്ല പ്രണയത്തിൽ അവൻ കുടുങ്ങിയിട്ടുണ്ടോ നമുക്കറിയില്ല. അതുകൊണ്ട് നല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണെങ്കിൽ അവന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരുടെയെങ്കിലും എടുത്താണെങ്കിൽ ഒരുപക്ഷെ അവൻ ഓപ്പൺ ചെയ്തേക്കും. പക്ഷെ അമ്മമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത്രയും വിഷമിക്കേണ്ട മക്കളെ ഓർത്ത്. ഇത് മാറും, ഇത് കടന്നു പോകും, ഇത് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. പക്ഷെ അവന് പ്രാർത്ഥന, ദൈവവിശ്വാസം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതാണ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിള്ളേർക്ക് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ, അവർക്ക് വേണ്ടി ഏക്കറുകൾ എഴുതിച്ചു വെക്കുന്നതിനേക്കാൾ അവർക്ക് ആവശ്യം നമ്മളെയാണെന്ന് പേരൻസ് അറിയുക, നമ്മുടെ കുറച്ച് സമയമാണെന്ന്, നമ്മളെ മാത്രം. അത്രയും മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പേരൻസ് എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ നല്ലൊരു അപ്പനാണ്, ഞാൻ നല്ലൊരു അമ്മയാണ്. സ്വയം നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം, ഞാൻ നല്ല അപ്പനാണോ, ഞാൻ നല്ല അമ്മയാണോ? നമ്മളുടെ മക്കളുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ അവർ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെകയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അവർ പറയും. അപ്പനെ പോലെ ഒരു അപ്പൻ, അല്ലെ അമ്മയെ പോലെ ഒരു അമ്മ, അത് മക്കൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഒരു അഭിപ്രായം, അതറിഞ്ഞാൽ മതി. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടികളെ ഉത്കണ്ഠകളുടെയും ആകുലതകളുടെയും ഒന്നും ആവശ്യമില്ല. അവരെ നമുക്ക് തന്നത് ദൈവമാണ്, നമ്മുടെ സ്വകാര്യ സ്വത്തൊന്നും അല്ലാതെ കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കാൻ മാത്രമേ തന്നിട്ടുള്ളൂ. അല്ലാതെ ഇത് നമുക്കായിട്ട് തന്നിരിക്കുന്ന ഒന്നുമല്ല. തിരിച്ച് ദൈവത്തിനെ ഏൽപ്പിക്കണം, നമ്മൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കണം മക്കളെ. അപ്പൊ ഇടയ്ക്ക് നമ്മളൊരു കാവൽക്കാർ മാത്രമാണ്. അപ്പൊ ആ കാവൽക്കാരായിട്ട് നമ്മളെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല പേരൻസായി മാറാൻ നമുക്ക് സാധിക്കും, അതിന് യാതൊരു സംശയവും ഇല്ല. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എഴുതി അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. ഇമെയിൽ info@shalomtv.com. വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡുമായി, മറ്റൊരു പുതിയ വിഷയവുമായി യൂത്ത് ഗൈഡിലൂടെ. അതുവരേക്കും